എന്റെ അച്ഛൻ്റെ ഒരു ഷോട്ട് എന്ന് പറയുന്നത് തന്നെ എനിക്ക് ധാരാളം. കെമിസ്ട്രി ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ വൈബ് ഇതല്ല. എനിക്കറിയില്ല, അത് അവനോടൊന്നും ചോദിക്കണം. ഐ ലൈക്ക് യു. ഐ ലൈക്ക് യു. ഓക്കെ, അവരത് കറക്റ്റ് ചെയ്തു. ലൈക്ക് അല്ല, കള്ള ക്ലൂ തന്നോണ്ടല്ലോ. ടീം ഓഫ് JSK, വെൽക്കം ടു റേഡിയോ മാംഗോ. Thank you. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ദിസ് യങ് ആൻഡ് വൈബ്രന്റ് ക്രൂ. ബട്ട് ഐ തിങ്ക് സിനിമയിൽ കുറച്ചും കൂടി ഈ ഒരു വൈബ് അല്ലാന്ന് തോന്നുന്നു. നിങ്ങളുടെ ഇപ്പോൾ ഒരു കെമിസ്ട്രി എന്തായാലും സിനിമയിൽ ഇല്ലാന്ന് തോന്നുന്നു. സോ ടെൽ മീ അബൌട്ട് ദ മൂവി. കെമിസ്ട്രി ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ വൈബ് ഇതല്ല. സോ വാട്ട് ഇസ് JSK ഓൾ അബൌട്ട്? ഒരു കോർട്ട് റൂം തീപ്പൊരി സുരേഷ് ഗോപിയുടെ ഒരു കംബാക്ക് നമ്മൾ കാണുന്നുണ്ട്. അതർ ദാൻ ദാറ്റ് വാട്ട് ഷുഡ് ബി എക്സ്പെക്ട്? That is what it is. ടീസറിൽ കണ്ട പോലെ തന്നെ It's all of that, but more importantly, it's a story of a girl named Janaki and her fight for justice. And അതിന്റെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാര്, കൂടെ അല്ലാത്ത കുറെ അധികം ആൾക്കാര്. It's a reflection of society and I think it's a subject that needs to be spoken about. അങ്ങനത്തെ ഒരു സിനിമ. സോ ജാനകി നമുക്കറിയാം ദി വിക്ടിം ആണെന്നുള്ള കാര്യം അറിയാം. നിങ്ങൾ രണ്ടുപേരും സിനിമ കണ്ട് അതറിയുന്നതല്ലേ നല്ലത്. ഓക്കെ, വാദിഭാഗം പ്രതിഭാഗം അത് പറയുന്നില്ല, വെറുതെ എന്തിനാ, പ്രേക്ഷകർ പോയി കണ്ട് മനസ്സിലാക്കട്ടെ. സുരേഷ് ഗോപി 90s നമ്മൾ തിയേറ്റേഴ്സിൽ മുഴങ്ങി കേട്ട ആ ശബ്ദം തിരിച്ചു വരുന്നു, അത് കാണാനുള്ള ഒരു ഇത്. സോ ഒരു ഫയർ ബ്രാൻഡ് സുരേഷ് ഗോപി നമുക്ക് ഇതിൽ കാണാൻ കിട്ടുമോ? യെസ്, ഡെഫിനറ്റ്ലി. അതിനൊരു കമ്പാരിസൺ വന്നിരിക്കുന്നത് ചിന്താമണി കൊലക്കേസിലുള്ള ലാൽ കൃഷ്ണ വിരാടിയായിരുന്നു ക്യാരക്ടർ. സോ ആ വേഷത്തിന് ശേഷം ആദ്യമായിട്ട് അച്ഛനൊരു വക്കീൽ വേഷം ഇടുവാണ്. ബട്ട് യെസ്, ഇറ്റ്സ് ദ സുരേഷ് ഗോപി ഫയർ ബ്രാൻഡ് ദാറ്റ്സ് കം ഔട്ട്. ബട്ട് ഡേവിഡ് ആബിൽ ഡോണവൻ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ടു ലാൽ കൃഷ്ണ വിരാടിയാർ. അത് സിനിമ കാണുമ്പോഴത്തേക്കും പ്രേക്ഷകർക്ക് മനസ്സിലാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ബട്ട് ഫോർ മീ ദിസ് മൂവി ഈസ് മോർ അബൌട്ട് ജാനകി. ആൻഡ് ഇത് ഭയങ്കര ഒരു സ്ട്രോങ് സ്റ്റോറി ഉള്ള സിനിമയാണിത്. പ്രേക്ഷകർക്കും ഇതിപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന സ്റ്റേജിലാണെങ്കിലും ഇതിൽ വർക്ക് ചെയ്ത ഓരോ ആർട്ടിസ്റ്റും ഓരോ ക്രൂ മെമ്പറും ഈ സ്ക്രിപ്റ്റിനോടും ഈ സ്റ്റോറിയോടും അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് ഐ തിങ്ക് ഇറ്റ്സ് ട്രാൻസ്പയർഡ് ഓൺ ടു ദ സ്ക്രീൻ. ഞാൻ ഫൈനൽ പ്രോഡക്റ്റ് ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ ഐ എം ഷുവർ ഡബിംഗ് സ്റ്റേജിൽ കണ്ടത് വെച്ച് അത് വന്നിട്ടുണ്ട്. ആ കഥയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് എല്ലാവരുടെയും ആ പെർഫോമൻസിൽ തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് അനുപമ as well, she's done a wonderful job. Even Shruti ചേച്ചി ആയാലും every single artist in the movie has done a wonderful job. But this is more about Janaki and Anupama. ജാനകിയുടെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് 2018 മെയ്യിൽ വന്നൊരു സ്റ്റോറി, ഒരു ന്യൂസ് ആർട്ടിക്കിൾ ആണെന്ന് ഡയറക്ടർ പറയുന്നത് കേട്ടിരുന്നു. സോ ഇസ് ഇറ്റ് ആക്ച്വലി ഇൻസ്പയർഡ് ബൈ എ ട്രൂ സ്റ്റോറി? യെസ്, ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്, ഒരു സ്റ്റോറി ഉണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദാറ്റ്. ഇത് മറ്റേ സൊസൈറ്റിയിലുള്ള പല സ്ത്രീകളുടെ ലൈഫിൽ നിന്നും പല ഇൻസിഡൻസിൽ നിന്നും ഒക്കെ കൂടെ എടുത്തേക്കുന്ന ഒരു സ്റ്റോറിയാണ് ജാനകി. ആ വൺ ലൈൻ ആ ന്യൂസ് പേപ്പർ കട്ടിംഗ് ആയിരിക്കാം ആണ്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ ഓൺലി ന്യൂസ് ഓഫ് ദാറ്റ് ടൈപ്പ് ദാറ്റ് വി ഹിയർ ഓൺ എ ഡെയിലി ബേസിസ്. സാഡ്ലി. സോ ദെൻ അങ്ങനെ മൾട്ടിപ്പിൾ ന്യൂസ് കട്ടിങ്സ് എന്നാണ് ഈ സ്റ്റോറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് ഞങ്ങളുടെ എല്ലാവരുടെ അടുത്തും കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഐ തിങ്ക് വി ഗോട്ട് എ ബഞ്ച് ഓഫ് reference articles and things like that regarding this. അനുപമ കുറുപ്പിന് ശേഷം, കുറുപ്പിൽ കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ റോൾ, ഒരു ചെറിയ സ്ക്രീൻ സ്പേസും കൂടിയാണ്. അതിനുശേഷം JSKയിലേക്ക് വരാൻ വൈ, എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തു? ഐ തിങ്ക് JSK chose me. ഓക്കെ, that's what I believe. കാരണം ലൈക്ക് ആ സമയത്ത് എനിക്ക് കുറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ശരി, 10 സിനിമകൾ മലയാളത്തിൽ വന്നു, എനിക്ക് 10 സിനിമ ചൂസ് ചെയ്യാനായിട്ട്. ദിസ് ഇസ് വൺ ഓഫ് ദ ഫസ്റ്റ് സ്ക്രിപ്റ്റ്സ് ഐ ഹേർഡ് ആഫ്റ്റർ ലോക്ക്ഡൌൺ. എനിക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസിന് ചാൻസ് കിട്ടി തുടങ്ങുന്ന സമയത്ത് എനിക്ക് കിട്ടിയ വൺ ഓഫ് ദ ഫസ്റ്റ് സ്ക്രിപ്റ്റ്സ് ആയിരുന്നു ഇത്. ആൻഡ് ഐ ഗ്രാബ്ഡ് ഇറ്റ് ബിക്കോസ് ഒബ്വിയസ്ലി ആ സിനിമ കണ്ടു കഴിയുമ്പോൾ നോ വൺ ക്യാൻ ആക്ച്വലി സേ നോ ടു ദിസ് കൈൻഡ് ഓഫ് എ ക്യാരക്ടർ. ഐ നോ ഈ സിനിമ കുറച്ചുകൂടി മുമ്പേ കൺസീവ് ചെയ്തതാണ്, 2022 ടൈമിലൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. എന്തൊക്കെയോ കാരണം കൊണ്ട് ഡിലേ ആയി. ആ ടൈമിൽ നേര് എന്ന് പറയുന്ന മൂവിയും വന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കമ്പാരിസൺസും നടക്കുന്നുണ്ട്. സോ ഹൗ ഡിഫറെന്റ് ഇസ് ഇറ്റ് ഫ്രം നേര്? സോ ഇൻ മൈ ഒപ്പീനിയൻ ഞാൻ നേരെ കുറെ അധികം എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയായിരുന്നു. ആസ് എ സിനിമാറ്റിക് ആസ് വെൽ വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തായിരുന്നു. നേരില് I think one part that makes JSK different from Neru, considering the storyline, subject എന്ന് പറയുന്നത് ഭയങ്കര സിമിലർ ആണ്. പക്ഷേ നേരില് ആ ക്യാരക്ടേഴ്സിന്റെയും ചുറ്റുമുള്ള ക്യാരക്ടേഴ്സിന്റെ മാത്രമല്ല, അനശ്വരയുടെ ക്യാരക്ടർ ആണെങ്കിലും ആ ക്യാരക്ടറിന്റെ ഒരു പേഴ്സണൽ ലൈഫ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല വിത്തിൻ ദ സ്ക്രീൻ പ്ലേ. ഇൻ JSK that's where we're definitely different because ഓരോ ക്യാരക്ടറിനും ആ ക്യാരക്ടറിൻ്റെതായ ഒരു ആർക്കുണ്ട്, ഒരു ഗ്രോത്ത് ഉണ്ട്, ഒരു വേരിയേഷൻ ഓഫ് എമോഷൻസ് ഉണ്ട്. സോ ഈ ഓരോ ക്യാരക്ടറിന് വരുമ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ ആണെങ്കിലും അനുപമയുടെ ക്യാരക്ടറിനാണെങ്കിലും അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. That's definitely that. We've dived much deeper into their character. I think that's the main difference. I think though the issues might seem to be very similar, the battle is very different in both the films.
the battle we have in this film and that film was very different എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാറ്റലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളൊരു കോർട്ട് റൂം ഡ്രാമ എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനിമയില് മാഫിയ ശശി, ഫിനിക്സ് പ്രഭു അങ്ങനെയുള്ള ഫൈറ്റ് മാസ്റ്റേഴ്സിനെ നമ്മൾ ക്രെഡിറ്റ്സിൽ കാണുന്നു. ഒരു കോടതിയിൽ എന്താണ് ഫൈറ്റിന് കാര്യം? അതും ഒരു ഡിഫറൻസ് ആണ്. നേരത്തെ ഒരു ഫയർ ബ്രാൻഡ് ചോദിച്ചല്ലോ, അത്രയും ഞാൻ പറയുന്നുള്ളൂ. We get to see Suresh Gopi fighting. I mean, it's shown in the teasers. ഒരു glimpse പോലെ ഒരു slight trailer. Okay. അതൊരു action can be divided for me into two categories. ഒന്ന് realistic fighting, ഒന്ന് cinematic fighting. This is a visual treat. ആ ഒരു ഫൈറ്റ് ഈ ടീസറിൽ വന്നിരിക്കുന്ന ഫൈറ്റ് എന്ന് പറയുന്നത് മോർ ദൻ ആൻ ആക്ച്വൽ ഒരു ഫൈറ്റ് പെർഫെക്ഷനിസ്റ്റ് വന്ന് അവിടെ ഇരുന്ന് അതിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കാനാണെങ്കിൽ അതിൽ മിസ്റ്റേക്സ് ഒക്കെ കണ്ടുപിടിച്ച് അവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും. ഒരു സിനിമ ലവറിന്, ഒരു സുരേഷ് ഗോപി ഫാനിന് എൻജോയ് ചെയ്യാനായിട്ട് അതിന് വേണ്ടിയുള്ള സ്പെക്ടക്കിൾ അവിടെ പ്രവീൺ ചേട്ടൻ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. So we can expect a cinematic fight. We can expect a visual treat. Wonderful. അടിപൊളി. Also അച്ഛനും മോനും ഒരുമിച്ച് അഭിനയിക്കുന്നതിൽ ഒരുപാട് സ്ക്രീൻ സ്പേസ് കിട്ടിയോ? ഒരുമിച്ച് വർക്ക് ചെയ്തോ അധികം സീൻസിൽ? ഒരുപാടെന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ്. ബട്ട് എനിക്ക് എന്റെ അച്ഛൻ്റെ കൂടെ ഒരു ഷോട്ട് എന്ന് പറയുന്നത് തന്നെ എനിക്ക് ധാരാളമാണ്. പക്ഷെ അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. I've worked with them individually. നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടും ഉണ്ട്, അല്ലാതെ തേർഡ് ഒരു സ്ക്രീൻ പാർട്ണർ ദിവ്യ ചേച്ചിയായിട്ടും ഉണ്ട്. കോർട്ടിൽ വരുമ്പോഴത്തേക്ക് ഞാൻ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉണ്ട്. സോ ലൈക്ക് തിങ്സ് ഐ വാസ് ഏബിൾ ടു വർക്ക് വിത്ത് them in the same frame. ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അതായത് റിയൽ ലൈഫിൽ അച്ഛനും റിയൽ ലൈഫിൽ അച്ഛനും തമ്മിൽ ഒരു മേജർ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിന്റെ ഇത് ബേസിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് ഇപ്പൊ കൺസിഡറിംഗ് ദ സബ്ജക്ട്, 2 പെമ്മക്കളുള്ള 3 but 2 now 2 പെമ്മക്കളുള്ള ഒരു അച്ഛൻ അവിടെ ഇടയ്ക്ക് ഇറങ്ങി വരും ആ ക്യാരക്ടറിൽ. അത് ഷോർട്ട് കഴിഞ്ഞായിരിക്കും പലപ്പോഴും വരുന്നത്. അച്ഛൻ ഒരു ഇന്റർവ്യൂ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു, ഇതിന്റെ തന്നെ JSK അതിനെപ്പറ്റി സംസാരിച്ചു. I like to see him as my father and only my father at home. അപ്പൊ ഞാൻ ആ ഒരു ഫിൽട്ടർ ഇട്ടാണ് അച്ഛൻ്റെ അടുത്ത് വീട്ടിൽ നിൽക്കുന്നത്. When I step out of my house, he's either our Union Minister of State for Petroleum, Natural Gases and Tourism, or he's a superstar. ആ റെസ്പെക്ട് വീടിന്റെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഞാൻ അച്ഛനെ ആ വിഷനിലെ കാണത്തുള്ളൂ. You are his biggest fan, right? I think my brother is his biggest fan. I'm second in line. Okay. Definitely. എന്റെ ചേട്ടൻ അച്ഛനെ അഡ്മയർ ചെയ്യുന്ന രീതി എനിക്ക് ഒരിക്കലും അത് പറ്റത്തില്ല. I don't have it in me to admire someone in such a way. So that's a big difference. ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ വലയില് ഭയങ്കര അടിപൊളിയായിട്ടാണ് മാധവന്റെ ആർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ കൂടെ ഒരു വർക്ക് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഒരു ഭയങ്കര all hypotheticals. ഞാൻ തെളിയിച്ചിട്ടില്ല, ഈ സിനിമ ഇറങ്ങിയിട്ടില്ല. So hopefully I can prove my caliber. Yes, you can. Yes, I'm getting good opportunities. അതിന്റെ ഒപ്പം ഫാമിലിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 ആളുകളുടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തത് അതിന് ചേട്ടൻ്റെ കൂടെ. മറ്റതിൽ ചേട്ടൻ ഒരു ഏലിയൻ പൊസിഷനിലാണ് നിൽക്കുകയാണ്. പിന്നെ ഏലിയൻ വേഴ്സൺ സോംബി ഒക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. It's zombie oriented. Yes. പക്ഷേ ഞാൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുക. ഐ ലൈക്ക് ടു കീപ് ഇറ്റ് ബ്രീഫ് അബൌട്ട് അതർ മൂവീസ്. ഇപ്പൊ വലയെ പറ്റിയാണെങ്കിലും ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റും, ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ജഗതി ശ്രീകുമാർ സർ ഒരു പ്രോപ്പർ ക്യാരക്ടറായിട്ട് റിട്ടേൺ ചെയ്യുക. ഞാനൊക്കെ കണ്ടു വളർന്ന ഒരു എസ്റ്റീംഡ് ആക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ റിട്ടേണിൽ കൂടെ ഒരു സീനെങ്കിലും ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനമുണ്ട്. വെരി ഹാപ്പി. ഐ എം ഷുവർ മൈ ഫാമിലി ഈസ് വെരി പ്രൗഡ് ആസ് വെൽ. മാധവന്റെ തന്നെ ഒരു പോസ്റ്റിനെ പറ്റി എനിക്ക് ആക്ച്വലി അനുപമയോടാണ് ചോദിക്കേണ്ടത്. എനിക്ക് കുറെ മുമ്പിട്ട ഒരു പോസ്റ്റ് ആണ്. സ്റ്റിൽ processing the fact that I am standing with Anupama Parameshwaran. I love you Janu auntie. അതെന്താണ് അങ്ങനെ റെഫറൻസ്? എനിക്കറിയില്ല, അത് അവനോടാണ് ചോദിക്കുന്നത്. എനിക്കറിയില്ല. I like you. I like you. Okay. അവരത് കറക്റ്റ് ചെയ്തു. Like and love. Okay. അതെന്താണ്, എന്തിനാണ് നീ അങ്ങനെ ഞാനിത് ജാനു ആന്റി ഈസ് എ നിക് നെയിം. പക്ഷെ the reason for that post, that was the day she earned my admiration as an artist. ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞു, കേട്ട് മടുത്തും കാണും. പക്ഷെ I'll repeat myself. അച്ഛൻ ഈ ഒരു കഴിഞ്ഞ 5 years വർക്ക് ചെയ്ത പ്രോജക്ട്സിൽ ഞാൻ 2 സീനിൽ മാത്രമേ അച്ഛനെ ഔട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. നോട്ട് 2 movies, 2 scenes. അച്ഛനെ ഔട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് എനിക്ക് എന്റെ ഒപ്പീനിയൻ ആണത് ഞാൻ കണ്ടിട്ടുള്ളൂ. അതിലൊരെണ്ണം ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല. എന്റെ പ്രീ എഡിറ്റിംഗ് സ്റ്റേജിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതായിരുന്നു. അതിനെപ്പറ്റി പറയുന്നില്ല. The first number 1 over there for me was Anupama. ഈ ഫോട്ടോ ഞാൻ എടുക്കുന്നത് ആ സീൻ ചെയ്ത് കഴിഞ്ഞിട്ട്. That was my way of expressing how I felt, and I've gotten into trouble for that before. But she made Madhav Suresh a fan of Anupama Parameshwaran on that day. വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. I just don't know what happened in the scene and how he felt, but I'm really glad. ഒരാളിങ്ങനെ നമ്മളെ പബ്ലിക്കലി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യലൊക്കെ വളരെ വളരെ rare ആണ്. And I feel like Madhav has been very vocal about almost everything that he feels. I mean, you guys can, I don't know, cut it if you want, but like even on set, I think Puru
we didn't have any scenes together, but occasionally Madhav would come on set. Personally, I feel like settle ആണെങ്കിലും ഇപ്പൊ പ്രൊമോഷൻസിനാണെങ്കിലും whatever it is, I feel like he's been so vocal, and it's a very rare thing, and it's such a beautiful thing to see in a person. എനിക്ക് ശ്രുതി ചേച്ചിയും പറയാനുണ്ട് ഇതേപോലെ എന്റെ അഡ്മിറേഷൻ ഈ സിനിമ ലേൺ ചെയ്ത രണ്ടാമത്തെ ആളാണ്. സ്വയം അല്ല എന്താണ് പറയാത്തെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും വെരി ടഫ് ടാസ്ക് വാട്ട് എവർ ഷീ ഹാഡ് ടു ഡു. അത് it's like one first shot of the film only was like a big task. വലിയ മല ചുമക്കുന്ന പോലത്തെ ഒരു 90 seconds to 2 minutes പോകുന്ന straight dialogue. Like it was a full shot straight dialogue sequence. And this was ഏതോ വേറൊരു പ്രോജക്റ്റിന്റെ ഡബിങ്ങോ പ്രൊമോഷനോ ഷൂട്ടോ എനിക്ക് കൃത്യം ഓർക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ചേച്ചി വന്നു, ഷീ ഗോട്ട് ഇൻ ടു എ കോസ്റ്റ്യൂം. എനിക്കെന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇട്ടാൽ പോലും ഒരു സെക്കൻഡ് സ്കിൻ പോലെ തോന്നുന്നില്ല. ഐ എം വെരി അൺകംഫർട്ടബിൾ ഇൻ മേക്കപ്പ്. ഹെർ കോസ്റ്റ്യൂം ഓൺ ദാറ്റ് ഡേ ഹാഡ് സം പ്രോപ്സ്. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു ഒരു ആക്ടറിന് അത് വെച്ച് പെർഫോം ചെയ്യാൻ. ഒന്നാമത് ഇത്രയും ലോങ് ഡയലോഗ് പോകുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ഓൺ ഇറ്റ്സ് ഓൺ. ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് അത് ചെയ്യാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. ഷീ കെയിം ഇൻ, ഐ saw her rehearsing her lines. I didn't want to bother her. I wanted to go meet her. I was like, okay, let's see. First take, this whole dialogue, not a single mistake. Second take, same thing. അതൊരു ടെക്നിക്കൽ എറർ വന്നിട്ട് സെക്കൻഡ് ടേക്ക് പോയി. അത് കഴിഞ്ഞൊരു ഓപ്ഷണൽ തേർഡ് ടേക്ക് പോയാലും she didn't make a single mistake with her dialogue. Same action as well. എല്ലാം മറ്റേ മിറർ ഇമേജ് പോലെയായിരുന്നു റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയുടെ പറഞ്ഞു, ചേച്ചി like that was very impressive. I hope I can get that one day. It is not at all effortless off screen, but it looks very effortless on screen. Thank you guys, thank you so much. But okay. Okay. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും അത്. ആക്ച്വലി ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാവുന്ന ഒരു ക്യാരക്ടറാണ്. Yeah, it was not I think ഒരു dialogue is something which I've been practicing for a very കാരണം like they said ഇതൊരു it's not something that I had attempted before. അപ്പോൾ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ റിഹേഴ്സ് ചെയ്യണം കണ്ടതും മാധവ്. കാരണം വെരി ഹെവി ഡയലോഗ്സ് ആയിരുന്നു. ഇപ്പോൾ ഓൺലി ദിസ് ടേക്ക് വെന്റ് വിത്തൗട്ട് എനി മിസ്റ്റേക്സ്. അത് കഴിഞ്ഞിട്ടുള്ള ടേക്സിൽ അടിപൊളിയായിട്ട് മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ പോയത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് മേക്കിംഗ് മിസ്റ്റേക്സ് ഇസ് റോങ്. So that is not the point. But I think at this point I was talking about having people in the industry who actually appreciate and who act. And it's a very rare find, and I hope Madhav holds on to it. I will. A lot of female characters in the movie അല്ലേ? വേറെ ആരൊക്കെയാണ്? Divya Pillai, she plays Madhav's sister. Vaishnavi, and it's like എന്താ പറയാ, ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട് നമുക്കറിയാവുന്ന. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അവർക്കൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ്. അവരൊന്നും വെറുതെ വന്നു പോവല്ല. ഇഫ് വൺ ക്യാരക്ടർ നമ്മൾ അടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ we can't make the cinema. That's how it is, I think. And yes, you're right. സ്ത്രീപക്ഷം, I mean, it's a woman oriented cinema. അതൊക്കെ ശരിയാണ്. It is also a film which has like great male and female actors, because a man or a woman cannot just stand without the support of the. So അങ്ങനെ തന്നെയാണ്. So we have like a whole bunch of great actors in this film who support Janaki story in their own way. അങ്ങനെ so female characters ആയിട്ട് നമ്മളെല്ലാവരും ഉണ്ട്, but a huge range of great male actors. ഇങ്ങനൊരു സിറ്റുവേഷൻ ഇപ്പോൾ സിനിമയിൽ ആണെങ്കിൽ പോലും നമുക്ക് ഒരു വിധത്തിലും നോബഡി ഷുഡ് ഗോ ത്രൂ ഇറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലോ. സോ യു ഹവ് ബിൻ ത്രൂ ദിസ് കുറേ വർഷങ്ങളോളം ആയിരിക്കും, അല്ലെങ്കിൽ കുറേ മാസങ്ങളോളം യു ഹവ് ബിൻ in this place, in the shoes of Janaki എന്നൊക്കെ പറയാം. Does it ever take a toll on you? Yeah, it does. It definitely does. നമ്മൾ ചില സമയത്ത് ഞാൻ ഒരിക്കലും മെത്തേഡ് ആക്ടർ അല്ല. ഞാൻ ഷോട്ട് തൊട്ട് മുന്നേ ഞാൻ ചിരിച്ചട്ടഹസിരിക്കും. ഷോട്ട് കഴിഞ്ഞ ഉടനെ ഐ ജസ്റ്റ് സ്വിച്ച് ഫ്രം ദാറ്റ്. പക്ഷെ സംടൈംസ് നമ്മൾ അറിയാതെ അതിന്റെ ഒരു നമുക്കത് എംപതൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരിക്കലും ആക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ സിറ്റുവേഷനിൽ കടന്നു പോയത് കൊണ്ടല്ല നമുക്ക് ആ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് യു ഒബ്സർവ് ആൻഡ് യു സ്റ്റാർട്ട് തിങ്കിങ് ലൈക്ക് ദാറ്റ് പേഴ്സൺ. വെൻ യു സ്റ്റാർട്ട് തിങ്കിങ് ലൈക്ക് ദാറ്റ് പേഴ്സൺ, അത് മെത്തേഡായി പോവും. ലൈക്ക് വെൻ യു വാണ്ട് ടു ആക്ച്വലി എക്സ്പ്രസ് ഇറ്റ്. there's one scene, quote scenes ഒക്കെ intense ആയിരുന്നെങ്കിലും there's one scene that I have with Divya Pillai. I did that scene. എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ it was just scene. But then after that, like കട്ട് പറഞ്ഞു കഴിഞ്ഞു, ടേക്ക് ഓക്കെ, അത് കഴിഞ്ഞ് I just went into my vanity or something, and suddenly my chest started hurting because of me thinking ഞാനിത് പോർട്രേ ചെയ്യേണ്ടി വന്നുള്ളൂ. പക്ഷെ ഇത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ആ ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണ്? എന്നെ ഒരാള് വെർബലി അബ്യൂസ് ചെയ്യുന്നത് പോലെ എനിക്കിഷ്ടമല്ല. So think about something beyond that. It's not acceptable, and it's just so painful. I can't even explain it because I have not experienced that kind of pain. പക്ഷെ ഞാൻ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ I just think like her, and then that
happen sometimes. മേജർ പോർഷൻ അഗൈൻ നമ്മൾ പറഞ്ഞ പോലെ കോർട്ടിൽ തന്നെ സംഭവിക്കുമ്പോൾ ഓഫ് ലൈറ്റ് മലയാള സിനിമയിലെ കോർട്ട് റൂം ഡ്രാമാസ് എല്ലാം കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണ്. ഇപ്പോൾ മുകുന്ദനോണി അസോസിയേറ്റ് അല്ലെങ്കിൽ നാത്താൻ കേസോട് അങ്ങനെയൊക്കെ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ സുരേഷ് ഗോപി എന്നൊരു ബ്രാൻഡിനെ ഒരു വക്കീൽ പൊസിഷനിലേക്ക് വെക്കുമ്പോഴേക്കും നമുക്ക് ഫുള്ളി അതിലേക്ക് പോകാനും പറ്റില്ല. സോ ഹൗ ഡു വി മെയിൻറ്റെയിൻ ദറ്റ് ബാലൻസ്? I think the balance comes with the emotional side of the film. പിന്നെ അതിൽ കോർട്ട് റൂം എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചുകൂടി സിനിമാറ്റിക് ആയിരിക്കും. It's not going to be very realistic, but the emotion that Janaki goes through could be very എന്താ പറയുക റിയലിസ്റ്റിക് ആയിരിക്കാം. The basic core is very realistic, but നമ്മളത് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തുന്ന രീതിയിൽ കുറച്ചും കൂടി അതിന്റെ സ്കെയിൽ അനുസരിച്ചുള്ള ഒരു സിനിമയായിരിക്കും. ചിന്താമണി കൊലക്കേസ് എന്ന് പറയുമ്പോൾ ഹിറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പടമല്ലേ? Definitely, yes. സോ അതിലെ കോർട്ട് റൂം സീൻസ് റിയലിസ്റ്റിക് ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ല, അങ്ങനെയല്ല കോർട്ടിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇറ്റ് സ്റ്റിൽ ഡിഡ് വെൽ ഇൻ അവർ ഇൻഡസ്ട്രി. അതേപോലെ ഇതും കാണുക, ബിക്കോസ് വി കാൺട്ട് ഓൾവേസ് റെപ്ലിക്കേറ്റ്. അങ്ങനെയാണെങ്കിൽ സിനിമ ബോറാണെന്ന് പറയും. ഒരു കോർട്ട് പ്രൊസീഡിംഗ് പോയിരുന്ന് കേട്ട് കഴിഞ്ഞാൽ അറിയാം എത്ര ടൈം കൺസ്യൂമിങ്ങും നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ടി വരും കേട്ടുകൊണ്ട്. കാൺ ഡു ദാറ്റ് വിത്ത് ഫിലിം. ആൻഡ് ഈ ഫയർ ബ്രാൻഡ് കോർട്ടിലൂടെ വരണമെങ്കിലും അതിൽ സിനിമാറ്റിക് അവിടെ കയറും. അപ്പൊ ഈ സിനിമ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി കയറി കാണരുത്. കണ്ട് കഴിഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്തൊന്നും കുഴപ്പമില്ല. ക്രിട്ടിസിസം മനസ്സിലൊരു മുൻവിധിയായി വെച്ച് പോയി കണ്ടു കഴിഞ്ഞ് ഇതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യാൻ മാത്രമേ സമയം കാണത്തുള്ളൂ. ഫോർ സുരേഷ് ഗോപി ഫാൻസ്, യു വിൽ get a bit of the firebrand Suresh Gopi വക്കീൽ വേഷത്തിൽ. നിയമ പോരാട്ടമാണല്ലോ മേജർലി. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സിനിമയിലേക്ക് വർക്ക് ചെയ്യാന്നപ്പോൾ പഠിച്ച എന്തെങ്കിലും ഒരു പുതിയ ലോ പോയിന്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്ന് പഠിച്ച എന്തെങ്കിലും ഒരു പുതിയ ഇൻഫോ ഉണ്ടായിരുന്നു? ഞാനൊരു ലോയറാണ് ഈ സിനിമയിൽ. അപ്പോൾ ഇതിന്റെ ഒരു ചെറിയ റീസെർച്ചിന്റെ ഭാഗമായിട്ട് ഐ ഡിഡ് ടോക്ക് ടു മൈ കസിൻ ഉർമിള ഹൂസ് എ ലോയർ ആൻഡ് ഹർ ഫ്രണ്ട്സ്. അപ്പം അങ്ങനെ സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി വെരി ന്യൂ വാട്ടേഴ്സ്. എനിക്ക് ലോ ഐ മീൻ കോർട്ടിന്റെ അടുത്ത് കൂടെ പോയിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. സോ എവറിഥിങ് ദറ്റ് ഐ ഹാവ് സെഡ് ഇൻ ദ ഫിലിം ഓർ റെഡ് ഇൻ ദ ഫിലിം അതെല്ലാം ന്യൂ ആണ് എനിക്ക്. അത് ഇപ്പൊ അതിനെ കുറിച്ച് ഒന്നും തന്നെ പറയാൻ പറ്റില്ല. മേ ബി വൺസ് സിനിമ റിലീസസ് ആൻഡ് ഇഫ് വി ഹാവ് another interview maybe I can tell you. But everything that I said in my scenes was all a learning. And അതിനെയും കാട്ടും I think I learned a lot from Suresh Attan because we share എൻ്റെ scenes are with Anupama Suresh Attan in the courtroom. So then ഞാനൊരു ഡയലോഗ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പഠിച്ചു വെച്ചിട്ടാണ്. പിന്നെ obviously you try and make it your own. പക്ഷെ you have learned the dialogue and you have gone there. പക്ഷെ സുരേഷ് ഏട്ടൻ knows the law points better than me obviously, and also he knows law points so well that he'll say that അല്ല ഈ ഡയലോഗ് ഇങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് the whole dialogue changes. But then he can say that because he's so confident about it and he knows exactly what he's talking about. So then like അങ്ങനെ കുറെ തവണ the script has changed, but it's been for the better because that's a new learning that I've taken from that. So നിങ്ങളെല്ലാവരും ഇതിൽ മേജർ റോൾസ് ആണെങ്കിലും അഗൈൻ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും കണ്ടു വളർന്ന ഒരാളാണല്ലോ സുരേഷ് ഗോപി ദ സ്റ്റാർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു എന്നുള്ള സൈഡിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സീനിൽ ഭയങ്കര ഒരു ഫാൻ ബോയ് അല്ലെങ്കിൽ ഒരു ഫാൻ ഗേൾ മൊമെന്റ് ഉണ്ടായോ? Any scene with him was like that for me. എനിക്കത് തന്നെയായിരുന്നു. ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, എനിക്കത് ഞാൻ സിനിമ കാണുവാണോ അതോ ഞാൻ അഭിനയിക്കുവാണോ എന്ന് മറന്നു പോകുന്നു ചില സമയത്ത് സാറിന്റെ കൂടെ ചെയ്യുമ്പോൾ. സോ എനിക്കുണ്ടായിരുന്ന വാട്ട് എവർ സീൻസ് ഐ ഹാഡ് ഫസ്റ്റ് ഷെഡ്യൂൾ ആയിരുന്നു മോസ്റ്റ് ഓഫ് ഇറ്റ്. അതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ സീൻസിൽ ഇറ്റ് വാസ് more of a quiet confidence. Which really struck me, you know, as an actor when he walks in. Of course, superstar ആണ്, അതിൻ്റെതായിട്ടുള്ള ഒരു ഓറ ഉണ്ട്. But I can't say more without letting out too much. But I think quiet confidence is the word. കാരണം he's just sitting there and you know, like, I can't say that. Sorry, I can't say that either. Like a pillar, like he's there. So and that actually gives you some kind of strength while you're doing the scene also, you know. So it was very reassuring. It was a very reassuring presence. എനിക്ക് it was a very reassuring presence. ഞാനൊരു ആക്ഷൻ ഫിലിം, എനിക്ക് ആക്ഷൻ ആൻഡ് കോമഡി, ദീസ് ആർ മൈ ടു ഫേവറേറ്റ് ജോണേഴ്സ് ഓഫ് ഫിലിംസ്. സോ അച്ഛൻ്റെ ഇതിൽ കുറച്ച് ആക്ഷൻ സീക്വൻസ് ഇരുന്ന് കണ്ട് 2-3 സീക്വൻസ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതില് ഞാൻ കോരിത്തിരിച്ചിരുന്നു പോയി. പക്ഷെ ഓവർ ഓൾ ഓഫ് ദിസ് ഞാൻ അനുപമേനെ നേരത്തെ ക്രെഡിറ്റ് ചെയ്ത സെയിം സീക്വൻസിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹി അണ്ടർ പെർഫോംഡ്. ഹി വാസ് ഇൻക്രെഡിബിൾ, ഷീ വാസ് ബെറ്റർ. ദാറ്റ്സ് ഇറ്റ് ഇൻ മൈ ഒപ്പീനിയൻ. അച്ഛൻ ആ സീക്വൻസിൽ ആസ് എ പെർഫോമർ ഹി കീപ്സ് ഡൂയിങ് ദിസ് എവറി നൗ ആൻഡ് ദെൻ. നമ്മളിങ്ങനെ ആക്ഷൻ ഹീറോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ ഓക്കെ, ലൈക്ക് വാട്ട്സ് എ ലേബിൾ വി കൻ പുട്ട് ഫോർ ഹിം. ഹീസ് എ പ്രൂവൺ പെർഫോമർ ആസ് വെൽ. പല ക്യാരക്ടേഴ്സും ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇതേപോലെ ഒരു കോച്ച് സീനിൽ ഏകദേശം ഇങ്ങനെ ഒരു വേവ് പോകുന്ന പോലെ ഇമോഷണൽ ഗ്രേഡിയന്റ് പോകുന്ന ഒരു സീനുണ്ട്. ഫെൽറ്റ് എഫർട്ട്ലെസ്. ഐം ഷുവർ ഇറ്റ് വാസന്റ്. അത് എഫർട്ട്ലെസ് ആയിട്ട് തോന്നിപ്പോകും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത്. നേരത്തെ ചോദിച്ചല്ലേ കോച്ച് സീൻസിൽ കാര്യങ്ങൾ എന്താണ് ഞാൻ ഓർത്തു വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയില്ല കോച്ച് സീനിലെ കാര്യം. അനുപമയാണെങ്കിലും ശ്രുതി ചേച്ചിയാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും അവിടെ നിന്ന് പെർഫോം ചെയ്തത്. ബൈജോ അങ്കിൾ, ഐ തിങ്ക് യദുചേട്ടൻ ഡെഫിനറ്റ്ലി ആ കോച്ച് സീനിൽ
they were all just performing. അങ്ങ് വെലസ് ആയിരുന്നു പെർഫോം ചെയ്ത്. And I was just there watching this. ഞാൻ അഭിനയിക്കുമായിരുന്നോ കണ്ടോണ്ടിരിക്കുമായിരുന്നു എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു. I was enjoying that day because ഒരുപാട് നല്ല പെർഫോമേഴ്സ് അവരുടെ ജോലി അവരുടെ ബെസ്റ്റ് കപ്പാസിറ്റിയിൽ ചെയ്യുന്ന എനിക്ക് കാണാൻ പറ്റി. That's what I remember from this movie. അനുപമയുടെ ഒരു ഗ്രോത്തിന്റെ വേവ് ഹിറ്റ് 10 years അല്ലേ? കൺഗ്രാറ്റുലേഷൻസ് ഓൺ 10 years ഓഫ് പ്രേമം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു സമയത്തുണ്ടായിരുന്ന ആ ഒരു ഫുൾ ഓൾ ദ ടോക്ക് അബൌട്ട് മേരി, അയ്യോ മേരിയുടെ മുടി കണ്ടോ, മേരി ആണതിൽ അത് പറഞ്ഞിട്ട് ഓൾ ദ സോങ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എടപ്പള്ളി ടോളിൽ ഒരു വലിയ ഫ്ലെക്സ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് എക്സാംസ് ആയിട്ട് സിനിമ കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. അവിടെയുള്ള ഫ്ലെക്സിൽ അനുപമയാണ് ആ വള്ളത്തിലിരിക്കുന്നതൊക്കെ ആയിട്ട്. സോ അവിടെ നിന്ന് എന്താ പറയാ, പാൻ ഇന്ത്യ എന്നൊരു വേർഡ് വരുന്നതിനേക്കാളും മുൻപേ ഭയങ്കര പാൻ ഇന്ത്യൻ സ്റ്റാർ ആയി. ഇപ്പോഴും തെലുഗുലൊക്കെ വളരെ ഫ്ലോലെസ് ആയിട്ട് സംസാരിക്കുന്ന, ഒരുപാട് ലാംഗ്വേജസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തി. അന്ന് യു ആർ ലിറ്ററലി എ കിഡ് അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട് ഏതോ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, എന്റെ ഫ്രണ്ട് ഒരാള് ഓഡിഷൻ അയക്കാൻ പറഞ്ഞു, ഞാൻ അയച്ചു, അങ്ങനെ കിട്ടി എന്നൊക്കെ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടം വരെ എത്തിയപ്പോ ഹൗസ് എ ജേർണി? ബ്യൂട്ടിഫുൾ. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ദ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് അത് കഴിഞ്ഞ് എനിക്ക് തന്ന ഓരോരോ ഓപ്പർച്യൂണിറ്റിയും ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ഓൾ ദ ഡയറക്ടേഴ്സ്, ടു ഓൾ ദ പീപ്പിൾ, ഓഡിയൻസ്, മീഡിയ, സ്നേഹിച്ച ആൾക്കാർക്കും വെറുത്ത ആൾക്കാർക്കും, ബിക്കോസ് ബോത്ത് ഓഫ് ദം ഹാഡ് ലൈക്ക് ഈക്വൽ ഇമ്പാക്ട് മൈ കരിയർ, മൈ ലൈഫ്. ഫീൽ നൈസ്. ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റും, അയ്യോ 10 വർഷമായി ഞാനിവിടെ, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് you've been consistent, that is very important. yes. I feel grateful and happy. I was doing what I love the most and I'll do what I love. That's what you said in the post, right? വർഷത്തില് പ്രേമം റീ-റിലീസ് വല്ലതും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഐ ജസ്റ്റ് റിയലി വാണ്ട്, ഐ ഡോണ്ട് നോ, ഈ കൊല്ലം ചെയ്യേണ്ടതായിരുന്നല്ലേ 10 വർഷത്തിന്. ഇനി സമയം അൻവരിക്കാന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ? ഞാൻ കുറെ നാളായി സംസാരിച്ചിട്ട്, ബട്ട് ലെറ്റ്സ് സീ, ഇറ്റ് വിൽ ബി നൈസ്. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. Also Bison, you're doing it Mari Selvaraj, it's again huge. What is it about? How does it feel? Bison release October 17th നാണ്. It feels wonderful. അത് ഒരു പക്ഷെ ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ തിയേറ്റർ കുറച്ച് നാള് ഞാൻ ചെയ്തിരുന്നു, ഇൻ സ്പേസ് ലിറ്റിൽ തിയേറ്റർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. ആ സമയത്ത് നമുക്ക് വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് വർക്ക്ഷോപ്പിന് ശേഷം എനിക്ക് ഒരു 8-9 കൊല്ലം ശേഷം ബൈസണിലാണ് അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് കിട്ടിയത്. അതായത് വെറുതെ നമ്മൾ സിനിമ പോയി അഭിനയിക്കല്ല, ബട്ട് അവിടെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത പണികളില്ല, ഞാൻ പഠിക്കാത്ത പണികളില്ല. സോ ഐ കാൻ സേ മോർ അബൌട്ട് ഇറ്റ്, ബട്ട് ലൈക്ക് ഇറ്റ് വാസ് എ റിയലി ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര തെറപ്യൂട്ടിക് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നീരുവീഴ്ച, കോൾഡ്, പിന്നെ വയറിന് പ്രശ്നം, തലവേദന, ഈ അസുഖങ്ങളൊക്കെ വരുമായിരുന്നു. 2 മാസം അവിടെ പോയി നിന്ന് ഈ പണികളൊക്കെ ചെയ്തപ്പോൾ എനിക്കൊന്നും വന്നില്ല. അതിന്റെ ഹെൽത്തിയസ്റ്റ് ഡ്യൂറിംഗ് ദീസ് 2 months. കൃഷിപ്പണിയായിരിക്കാം, ഇഷ്ടിക, സോ മെനി things he made us do, but I think that's his way of making cinema and that really works. Our experience was really wonderful. I'm really looking forward for the release of the film. Wish you very best. Thank you. Shruti, I know you've done a lot of good films, പക്ഷേ ഇത് എങ്ങനെ പറയണേ എനിക്കറിയില്ല. You'll always be മധുരത്തിലെ ചിത്ര ഫോർ മീ, ബിക്കോസ് അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലേ. ആ ഒരു ഇറ്റ്സ് വെരി പെയിൻഫുൾ ഓൾസോ, ബട്ട് അതുപോലെ ഒരു പ്രണയം, യു നോ, സെറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ് റിയലി ഹൈ എന്നുള്ള പോലെ. വാട്ട് ഡസ് ദറ്റ് ക്യാരക്ടർ മീൻ ടു യു ഇൻ യുവർ ഹോൾ കരിയർ? It's at the same time that Madhuram and Kane released. I think both of those films were very important for my career because Sunday Holiday also did really well and Pretham did well. But so then those are my first 2 films. Appo Pretham, Sunday Holiday, I'm very grateful for both those films, but also idinonnu break avan vendite I think Kane and Madhuram really helped. And ഈ റൊമാൻസ് ആൻഡ് കോമഡി എന്ന് പറഞ്ഞ ജോൺറ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ തിങ്ക് ലൈക്ക് വിത്ത് മധുരം ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആൻഡ് പോസ്റ്റ് മധുരം ഇറ്റ്സ് ബിൻ ഗ്രേറ്റ്. It's been really, really good, touch wood. So yeah, always very happy. And the song also, it is always connected to you, right? Ganamee and Parimitha Neram. So I think both those songs are really beautiful. And yeah, both these films will always be very, very close to my heart. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചുമ്മാ ഒരു സെഗ്മെന്റ് ചെയ്യാം. സിനിമ കുറച്ച് സീരിയസ് ഒക്കെയാണ്, നമുക്ക് ചുമ്മാ ഒരു സെഗ്മെന്റ് ചെയ്തിട്ട് വിൽ വൈൻഡ് അപ്പ്. നിങ്ങളുടേതാകാം അല്ലെങ്കിൽ റീസെന്റ് റിലീസായ ഏത് പാട്ടുകളും ആകാം. ഈ ഇമോജീസിൽ നിന്ന് ഏത് പാട്ടുകളെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ട്രൈ ചെയ്യുന്നത്. കാണാലോ അല്ലേ? വള കണ്ടപ്പോ മിന്നുന്നതാണ് മുട്ടയോ? വാട്ട് ഈസ് ഇറ്റ്? അത് അരിയാണ്. അരിയാണോ? എന്തൊരു തീയാണ്. ഇംഗ്ലീഷിൽ ആലോചിക്കൂ. റൈസ് ഫയർ. Rice fire. Good job. This is new. കൺമണി പൂവേ. Good job. കണ്ണാടി പൂവേ.
Balaverse? Valaverse, yeah. ഐസ്ക്രീമും പിന്നെ ഇതൊരു ഐസ്ക്രീം അല്ലല്ലോ, കേക്ക് അല്ലേ അത്? അതിനെ ജനറലൈസ് ആയിട്ട് ആലോചിച്ചാൽ മതി. സ്വീറ്റ് ഡിഷും sugar baby sweet ഐഡിയ ഇസ് റൈറ്റ്, പക്ഷെ വേർഡ്സ് ആർ ഡിഫറെന്റ്. മധുരം അതിന്റെ വേറെ വാക്കാണോ പറയുന്നത്? പഞ്ചാര. ഇത് പഞ്ചാര ഇടി, പഞ്ചാര അടി, പഞ്ചാര ആലപ്പുഴ ജിംഖാന. That was a random guess. വെരി ഗുഡ്. ഇത് ഇംഗ്ലീഷിൽ ആലോചിക്കാം. റൺ Run it out. ഹനുമാൻ കൈൻഡ്. ഇത് മലയാളം പാട്ട് ഇംഗ്ലീഷിൽ ആലോചിക്കണം. ബേബി. ഓ ഇത് ബേബി അനശ്വരയുടെ മറ്റേ. യെസ്. തേൻ തീയതി പൂ പൂ. പണ്ടത്തെ പാട്ടുകളാണെങ്കിൽ എളുപ്പമായിരുന്നു. ഇത് പണ്ടത്തെ. ഇനി അത് പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. തേൻ മാസപ്പൂ. വെരി വെരി ക്ലോസ്. മധുമാസപ്പൂ. പൂവല്ല വേർഡ്. പൂ എന്താ ചെയ്യണേ? കുട്ടികളെ ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. അച്ഛാ മധുമാസ വിരി. പുഷ്പം. മധുമാസ. അച്ഛനൊന്ന് ഡാൻസ് കളിക്കുന്ന മനസ്സിലാലോചിച്ച മാധവ്. വീട്ടിൽ അതാണ് നമ്മുടെ തിങ്കിങ്. വെറുതെ എന്തിനാ പാടി ഒരു നോക്ക്, ഒരു നോക്ക് കാണുവാൻ. ഓ മൈ ഗോഡ്. ദിസ് ഇസ് ഫോർ യു. പ്രേമത്തിന്റെ എന്തോ പാട്ട്, പ്രേമത്തിലെ പാട്ട്. യുവർ സോങ്. നോ Potato, lips and a wave. എക്സ്പ്ലെയിൻ പറ. ആലു ba പുഴ. ഓ മൈ ഗോഡ്. ഇത് ആരെ കണ്ടുപിടിച്ച അവസാനം? ആലു ബാപ്പുഴ ഇസ് ലൈക്ക് too much. Not about movie, but I know you're a hardcore fan of Cristiano Ronaldo. അല്ല, എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും ഫസ്റ്റ് ഇട്ടേക്കുന്ന പോസ്റ്റ്. And Wayne Rooney. Okay. Mostly Manchester United. Okay. How is the feeling recently cup അടിച്ചപ്പോൾ Portugal, and also if you ever get to meet Cristiano Ronaldo? എന്തായാലും ഒരു പ്ലാൻ I hope I can stand straight when that happens, but if that happens, when that happens, ഇനി ബോധം പോതിരുന്നോ quite happy for him. I think Portugal have qualified for every single World Cup since he made his debut. They've missed out before that. Every single international tournament. They haven't missed out from any tournament since Cristiano got into the team. And he's the greatest goal scorer of all time. In recorded history, every single goal of his has been recorded by footage. Adu vechi 938 goals as of today. 62 away from 1,000. No one's done that in history. 4 figures. The greatest of all time for me. I know a lot of Messi fans would disagree. Messi is probably the most gifted footballer to ever touch upon. Messi and Maradona, the most gifted. Kshetra talent undayalum, nothing beats hard work. Nothing beats learning. Cristiano did that. He developed himself, and he's still, as a 40-year-old, he's still playing at an elite level in the international stage as well. Got unlucky at the World Cup, Morocco. Hopefully, fingers crossed for 2026. And Cristiano, if you're listening, don't retire. I need to see you in 2026. Great, thank you so much. I can see that എന്താ പറയാ ഒരു ഫുൾ എനർജി അതിൽ എനിക്ക് കാണാനുണ്ട്. ഫയർ ബ്രാൻഡ്. No, honestly, I'd rather be a football player than an actor. Yeah, if I get the opportunity, I'd still go for it. You'd still? Yeah. In a heartbeat. Super. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു യു. ഫാമ, നിവിൻ പോളിയുടെ വെബ് സീരീസ് ഡെബ്യൂ ആണ്. ഭയങ്കരമായിട്ടുള്ള കോളേജ് ഒക്കെ ഓൾറെഡി വിൻ ചെയ്ത് കഴിഞ്ഞു. എപ്പോ കാണാൻ പറ്റും? എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? Soon, hopefully. ഹോട്ട്സ്റ്റാറിലാണ്. മേ ബി sometime this year. കാരണം കുറച്ച് റിലീസ് ഉണ്ട് ഹോട്ട്സ്റ്റാറിന്. സോ ആഫ്റ്റർ ദാറ്റ്. So how is it working with Nivin Pauly and Rajat Kapoor? Absolutely lovely. Karanam, it's always a pleasure working with actors you've not worked with before. Also, it's not like the actors that I've worked with. Everyone I've worked with have been really good, but everyone has a different style of working. Appo adu kaanam patti. Adu edu project laanengilum, idu JSK aanengilum, Farme aanengilum, ellathilum you see a difference. But Rajat sir num enikkum we had just 2 scenes or something together, but what an actor, and what a person. There's so much experience that you can tap from, and cheriya scenes aanundengilum I think when we went for the preview I'd met him and spoken to him, so very nice. Nivin is absolutely fun to work with, charming when he wants to be, absolutely naughty when he wants to be, but great person to share screen with, great co-actor. I think I've told this കുറേ ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ് that one of my favorite people to work with.
വണ്ടർഫുൾ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ് പ്രോജക്ട്. ആൻഡ് JSKയുടെ ഫുൾ ടീമിനും വി ആർ എക്സ്പെക്ടിങ് ദറ്റ് ഫയർ ബ്രാൻഡ് മൊത്തത്തിൽ സിനിമ തന്നെ ഒരു ഫയർ ബ്രാൻഡ് ആവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. Thank you so much.